പൊതുപ്രവർത്തകനായ ഡിജോ കാപ്പൻ ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, ഇവിടെ തിരുവനന്തപുരം സർക്കാർ ആശുപത്രിയിലാണ് ഈ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. ഈ കൊള്ളലാഭം കൊയ്യുന്ന ആശുപത്രികളിലേക്ക് പോകാൻ കാശില്ലാതെ വരുമ്പോഴാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ഈ സർക്കാർ ഡോക്ടർമാരെ വിശ്വസിച്ച് വന്ന് ഇത്രയും മണിക്കൂറുകളോളം, നമുക്കറിയാം ഈ തിരുവനന്തപുരത്തെ കണ്ണാശുപത്രി എന്ന് പറയുന്നത് അത്രയും തിരക്കുള്ള ഒരു ആശുപത്രിയാണ്. അവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ചികിത്സയ്ക്കായി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള ഗുരുതരമായ വീഴ്ചകൾ ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ വന്നപ്പം അവരെ ആദ്യമേ തന്നെ മനസ്സിലാക്കിയത് ഇവിടുത്തെ ആളുകളുടെ ആരോഗ്യം, ആളുകളുടെ വിദ്യാഭ്യാസം. അതിനായിരുന്നു സ്കൂള് തുടങ്ങിയതും ആശുപത്രി തുടങ്ങിയതും. അപ്പൊ ആശുപത്രികളിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ മിഷൻ ആശുപത്രി എന്നായിരുന്നു പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിഷനായിട്ട് ഒരു സേവനം, ആതുര സേവന രംഗം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അത് വലിയ ബിസിനസ്സായി മാറിയിരിക്കുന്നു. അതിനകത്ത് സ്വകാര്യ മേഖലകൾ മുഴുവൻ മൾട്ടി സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകൾ ആയി മാറി. പക്ഷെ എന്നിരിക്കുമ്പോഴും ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് ആശ്രയിക്കാവുന്ന സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്ന ആളുകളെ ഒരു നല്ലൊരു ശതമാനം ഡോക്ടർമാരും വളരെ കൃത്യമായി പരിചരിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട ചികിത്സ നൽകുന്നുണ്ട്. എന്നാൽ ഡോക്ടർമാർ അതിന് കൈക്കൂലി വാങ്ങുന്നതായിട്ടും അതുപോലെ തന്നെ പിന്നീട് വാ എന്ന് പറഞ്ഞ് മടക്കി വിടുന്നതായിട്ടുമുണ്ട്. കേസുകളിലൊക്കെ നമുക്കറിയാം, ഇടതുകാലിലെ രോഗത്തിന് വലതുകാലിൽ ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരാറുണ്ട്. നമുക്കറിയാം, കണ്ണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. കാലും കൈയും എല്ലാം സെൻസിറ്റീവ് ആണെങ്കിൽ പോലും കണ്ണിനൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാര് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതാണ്. ഇടത് കണ്ണിലെ കാഴ്ച കുറഞ്ഞതിന്റെ പേരിൽ അവിടെ എടുക്കേണ്ട ഇഞ്ചക്ഷൻ വലത് കണ്ണിലെടുത്തു. ആ വലത് കണ്ണിന്റെ അവിടെ ചുമപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയല്ലോ. ഇടത് കണ്ണിലേത് രോഗം കണ്ടെത്തിയ ഒരു ഷീറ്റ് അദ്ദേഹത്തിന്റെ ഇരിപ്പാണ്. അത് നോക്കി വേണമായിരുന്നു ഓപ്പറേഷൻ നടത്താൻ. ഇപ്പം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പം ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് ആ ഡോക്ടറെ തൽക്കാലത്തിന് സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും. അതിനുശേഷം അവർക്ക് എല്ലാ ശമ്പളത്തോടു കൂടി അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അതല്ല, ഇവിടെ ഡോക്ടർമാർക്കിടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി ഈയിടെയാണല്ലോ കേരള നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അന്ന് നമ്മൾ ചർച്ച പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ രോഗികളുടെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയിട്ട് അതിനകത്തൊരു വകുപ്പ് വേണമായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇടത്തെ കണ്ണിന് ഇഞ്ചക്ഷൻ എടുത്ത് അവിടെ ട്രീറ്റ്മെന്റ് നടത്തേണ്ടതിന് പകരം വലത്തെ കണ്ണെടുത്ത് ആ വലത്തെ കണ്ണിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്കുണ്ടാകുന്ന ഒരു ഡാമേജ് അതിഭയങ്കരമാണ്. അപ്പൊ അതും കൂടി ഈ ബില്ലിന്റെ പരിധിയിൽ വരണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു മാതൃകാപരമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലേ പൊതുസമൂഹത്തിന് ഈ നമ്മുടെ ആരോഗ്യ രംഗത്തെ കുറിച്ച്, അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ രംഗത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം വീണ്ടെടുക്കാൻ കഴിയൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ഡിജോ കാപ്പൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.